ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കാൻ മറ്റൊന്നുമല്ല കാരണമായി തീർന്ന് യേശു കർത്താവ് നിമിത്തമാണ്. യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് സാധിച്ചത്. സകല മഹത്വവും ഞാൻ കർത്താവിന് നൽകിയാണ്. അപ്പോൾ തന്നെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ ഒരു എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല കുരുക്കിൽ കിടക്കുന്ന പല ആളുകളും ആ കുരുക്കിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ആ വ്യക്തികളെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെ കർത്താവ് നിങ്ങളുടെ തലമുറകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ള ആരെയൊക്കെയോ കർത്താവ് രക്ഷപ്പെടുത്തിക്കുവാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്ന് വിശ്വാസത്തോടെ ഒരാമേൻ പറയും? ഇന്ന് നമുക്കൊരു സ്പോൺസറുണ്ട്, ഒരു എലീറ്റ് സ്പോൺസറാണ്. UK നിന്ന് സനീറ്റയാണ്. സനീറ്റ, താങ്ക് യു സനീറ്റ. സനീറ്റ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സനീറ്റയ്ക്ക് UK സ്പോൺസർഷിപ്പോടെ ഒരു പ്രൊഫഷണൽ ജോബ് ലഭിക്കുവാൻ, ഭവനത്തിലെ എല്ലാവരും ആത്മീകമായിട്ട് വളരുവാൻ, അതുപോലെ തന്നെ കർത്താവ് UK യുവാക്കളുടെ ഇടയിൽ ഒരു ആത്മീക ഉണർവുണ്ടാകുവാൻ, അതിന് ചുക്കാൻ പിടിക്കുവാനുള്ള കർത്താവെ ധൈര്യവും ഉണർവും എല്ലാം ഈ മകളുടെ മേൽ അങ്ങ് പകരണമേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം ഈ മകളുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാൻ ഇതിൻ്റെ പിറകിൽ കൈത്താങ്ങായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഈ ആഴ്ചയിലൊക്കെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിലെ സഹോദരിമാർ എസ്റ്റേഴ്സ് ഫാസ്റ്റിംഗ് എന്ന പേരിൽ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഞങ്ങളോട് കൂടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ഈ ആഴ്ചയിലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഷെമ ഡാമിൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഈ ആഴ്ചയിൽ മാത്രം ഒരു സ്പെഷ്യൽ എസ്തറിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് നടക്കുകയാണ്. ഇതുവരെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഉള്ള ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ കർത്താവ് നിങ്ങളോട് നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ഇന്ന് സംസാരിക്കാൻ പോവുക. ഗെറ്റ് റെഡി. കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെയും അകത്തേക്ക് തുളച്ച് കയറി പോകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇന്ന് ചെല്ലട്ടെ. സാഹചര്യങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് എന്നോട് സംസാരിക്കണമേ. പ്രാർത്ഥിക്കുക. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്തോ ഇന്ന് പലരുടെ അകത്തൊരു ഭയങ്കര സാന്ത്വനം, ആശ്വാസം ഒക്കെ കർത്താവ് തരാൻ പോവുക. യെസ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് ഞങ്ങളിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഗെറ്റ് റെഡി. ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, എഴുതുക. ഒരല്പം വെള്ളം, എന്തെങ്കിലും ഇഷ്ടമുള്ള ചായയോ കാപ്പിയോ ഹോർലിക്സോ ഹോട്ട് ചോക്ലേറ്റോ നാരങ്ങോളോ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. പെൻ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. വാ, ഞാൻ ഇന്നലെ ആരംഭിച്ചത് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നുള്ളൊരു പരമ്പരയാണ്. കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ ഈ പരമ്പരയിൽ അനേക പ്രാവശ്യം അത് ഏറ്റുപറയും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറാൻ പോവുകയാണ്. ആർക്കും എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കളയാൻ കഴിയാത്തതുപോലെ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു. ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ജഹോവ റഹ എന്ന ആ വേരിയൻറ്റിൻ്റെ അർത്ഥം കർത്താവ് മുകളിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ അവൻ്റെ മേൽനോട്ടത്തിലാണ്. അതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ കർത്താവിൻ്റെ മേൽനോട്ടത്തിലാണ്. അഥവാ എന്നെ നോക്കാൻ ഒരാളുണ്ട്, എന്നെ പരിപാലിക്കാൻ ഒരാളുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരാളുണ്ട്. ഇന്നത്തെ അവസ്ഥ വളരെ മോശമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ബ്ലെസ്സിങ് കംസ് ഇൻ എ ഗ്രാജുവൽ വേ. ഇറ്റ് ഈസ് എ പ്രോസസ്. ഈ മിറക്കിൾസ് ഇങ്ങനെ നടക്കും, പക്ഷേ അനുഗ്രഹങ്ങൾ പതുക്കെയാണ് വരുന്നത്. പക്ഷെ ഒരിക്കൽ അനുഗ്രഹങ്ങളിൽ അടിസ്ഥാനമിട്ട്
ജീവിതം എസ്റ്റാബ്ലിഷ്ഡ് ആയ പിന്നെ ആർക്കും അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ ഒന്നും അതിനോട് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ അവൻ അതിനോട് കഷ്ടതയെ കൂട്ടിച്ചേർക്കുന്നില്ല. ഈ 2 ട്രാൻസ്ലേഷനും ശരിയാണെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന മൈ സപ്ലൈ കംസ് ഫ്രം എബവ്. എനിക്കുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധന സാമഗ്രികളെല്ലാം, എൻ്റെ സപ്ലൈ വരുന്നത് ഉയരത്തിൽ നിന്നാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചേ. 121 സങ്കീർത്തനം 1-ാമത്തെ വചനം എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഹി മീറ്റ്സ് ഓൾ മൈ നീഡ്സ്. അവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നു. ഇവിടെ എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാനുള്ളത്, നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും, ഒരു ഭർത്താക്കന്മാരുള്ള ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം ഭർത്താവിൽ മാത്രം ഇങ്ങനെ ഒതുക്കി നിർത്തരുത്. അതിനപ്പുറത്തൊരു കർത്താവുണ്ട്. ഭർത്താവ് പല കാര്യങ്ങളിലും പരാജയപ്പെടും. ഞാൻ പ്രവചിക്കുകയാണ്, ഒരു പ്രവചനവും നടന്നില്ലെങ്കിൽ ഈ പ്രവചനം നടക്കും. നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടില്ല. അങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനമൊന്നും പറയല്ലേ ബ്രദറെ, പക്ഷേ ചങ്കിക്കൊള്ളട്ടെ, എങ്കിലേ യാഥാർത്ഥ്യം മനസ്സിലായി. ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് ഭർത്താവിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഭർത്താവിനെ ചുറ്റിപ്പറ്റി അനാവശ്യമായ കുറേ എക്സ്പെക്റ്റേഷൻസ് വെച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് ഭാര്യയെക്കുറിച്ച് ഭർത്താക്കന്മാരോട് ഞാൻ പറയാം, എല്ലാം ഭാര്യയിൽ നിന്ന് കിട്ടില്ല, ഉറപ്പ്. കല്യാണം കഴിക്കുന്ന സമയത്ത് വിചാരിക്കും ഇവിടെ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മനുഷ്യരിൽ നിന്ന്, പിതാവിൽ നിന്ന് കിട്ടില്ല, മാതാവിൽ നിന്ന് കിട്ടില്ല, നാത്തൂനിൽ നിന്ന് കിട്ടില്ല, അമ്മയച്ചിൽ നിന്ന് കിട്ടില്ല, സഭാപാസ്റ്ററിൽ നിന്ന് കിട്ടില്ല, ഒരാളിൽ നിന്നും വിചാരിക്കുന്ന എല്ലാം കിട്ടില്ല. ഇപ്പോഴേ ഞാൻ പറയുകയാണ്, അത് മനസ്സിലാക്കുക. എന്നാൽ മൈ സപ്ലൈ കംസ് ഫ്രം അബവ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, എനിക്കുള്ളത്, എൻ്റെ ആവശ്യങ്ങൾ, എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉയരത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കണം. കാരണം അതാണ്, ദിസ് ഇസ് മൈ ഡയറക്ഷൻ. അവിടെ നിന്ന് ഇപ്പോൾ സപ്ലൈ വരുന്നത്, മാത്രമല്ല അങ്ങോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. വാവ്. സോ ഈ കണക്ഷൻ, ഒരു ഹൈ ലെവൽ കണക്ഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഒരു കടൽ തീരത്ത് പട്ടം പറപ്പിക്കുകയാണ്. അപ്പോൾ ഈ പട്ടം അങ്ങ് ഉയർന്ന് ഒത്തിരി അകലെ പോയി, ഒത്തിരി ഉയർന്നു പോയി. ഇവിടെ നോക്കിയാലേ കാണാൻ പറ്റാത്തതിൻ്റെ അത്രയും ഉയരത്തിൽ പട്ടം എത്തി. അവിടെ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ളത് ആകെ ഒരു നൂലാണ്. ഈ കുട്ടിയുടെ കയ്യിലൊരു നൂലിങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളതിലെ വന്നു. എന്താ കുട്ടി കാണിക്കുന്നേ? അപ്പോൾ ഞാൻ പട്ടം പറപ്പിക്കുക. നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ഓഹോ, കുട്ടി എന്താ പറയുന്നത്? ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ കുട്ടി ഇങ്ങനെ കാണിച്ചു, ഇത് കണ്ടോ, എനിക്കറിയാം ഇവിടെ ഈ നൂലിങ്ങനെ പോയിട്ടുണ്ട്. ആ നൂലിങ്ങനെ അതിങ്ങനെ തത്തി കളിക്കുമ്പോൾ അതിൻ്റെ പുള്ള് എനിക്ക് ഇവിടെ അറിയാം. ഇതുപോലെയാണ് ഉയരത്തിലേക്കൊരു കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ, ഉയരത്തിലേക്കൊരു ത്രെഡ് പോകുന്നുണ്ടെങ്കിൽ, ഉയരത്തിലേക്ക് ഒരു കേബിൾ പോകുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ അദൃശ്യമായ ഒരു കേബിൾ കണക്ഷൻ മുകളിലേക്കുണ്ടെങ്കിൽ അകത്തറിയാം. അപ്പോൾ മറ്റുള്ളവർക്ക് അതറിയണമെന്നില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എനിക്കൊരു കുന്തവും ഇല്ല. പേഴ്സണലി എനിക്കറിയാം അകത്തൊരു കണക്ഷനുണ്ട്. എൻ്റെ അനുഗ്രഹങ്ങൾ ഉയരത്തിൽ നിന്ന് വരുന്നു. എല്ലാവരും കൈയുയർത്തി പറഞ്ഞ്, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അതാണ് നമ്മുടെ തീം. എനിക്ക് ഒന്നിനും കുറവ് വരില്ല. അല്ലെങ്കിൽ ഇന്ന് കുറവുകളുണ്ട്, കുറവുകളില്ലാത്ത ഒരു എ ലാൻഡ് ഓഫ് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്, നിറഞ്ഞ് കവിഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന ഒരു ദേശത്തേക്കാണ് കർത്താവിനെ കൊണ്ടുപോകുന്നത്. എല്ലാ മുട്ടും അവനെടുത്ത് മാറ്റും, എല്ലാ മുട്ടും അവൻ തീർക്കും. ഇത് നമ്മൾ നന്നായി ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദ ലോർഡ് ഈസ് മൈ പ്രൊവൈഡർ. അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്.
എനിക്ക് ഇത് അകത്തിങ്ങനെ തിങ്ങി നിറയാണ് ദൂതുകൾ. എല്ലാ ദൂതും കൂടി തിങ്ങി നിറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റാത്തതുപോലെ ഒരു ഓവർവെൽംഡായി പോകുന്നൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഞാനൊന്ന് ഇന്നലെ പറഞ്ഞ ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. ഇംഗ്ലീഷ് വായിക്കുന്നില്ല. എഹെസ്കേൽ പ്രവചനം, എസെക്കിയേൽ ചാപ്റ്റർ നമ്പർ 34 ആൻഡ് വേഴ്സ് നമ്പർ 11. ഓടിച്ചു പോവാം. 11, 10, 11. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരിടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളിടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. ഇത് കർത്താവ് പറയാം. തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ ആടുകൾ ആണെങ്കിൽ വിടുവിക്കുന്നവൻ്റെ കരം, അവൻ്റെ നോട്ടം, അവൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരു വലിയ ഹല്ലേലൂയ അങ്ങ് പറ. ഞാൻ അവയെ ജാതികളിടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. വാവ്! കർത്താവിൻ്റെ വാഗ്ദത്തം ഒന്ന് കേട്ടു. ഇസ്രായേൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പല ബാച്ചുകളുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ പുതിയ സെറ്റിൽമെൻറ്റിലോട്ടൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. ആദ്യത്തെ പ്രാവശ്യം പ്രത്യേകിച്ച് ഇസ്രായേൽ സെറ്റിൽമെൻറ്റിലൊക്കെ ഞങ്ങൾ പോയി. അവിടെ അവിടെ സകല ഭൂമിയിൽ നിന്നും ഈ വചനം അനുസരിച്ച് യഹൂദന്മാർ എല്ലായിടങ്ങളിലേക്കും ചിതറിപ്പോയി. അറിയാലോ, കാര്യങ്ങളറിയാം. വലിയ വലിയ വർഷങ്ങൾ വന്നപ്പോൾ ചിതറിപ്പോയി. കേരളത്തിലുണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, ഇന്നും സിനഗോഗും കാര്യങ്ങളും മട്ടാഞ്ചേരിയിൽ, അതുപോലെ വടക്ക് അവരുടെ സെമിത്തേരി എല്ലാം ഉണ്ട്. എന്നാൽ ഈ എല്ലാവരെയും തിരിച്ച് മടക്കി കൊണ്ടുവരുമെന്നുള്ള അതുപോലെ എല്ലാ ദേശങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ തിരിച്ചു വന്ന് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സകല ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മേഖലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽ പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും, ലിസൺ ടു ദിസ്, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയ്ക്കും. നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു. നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിൻ്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടി താഴേക്ക് വായിച്ചു നോക്കിയാൽ മതി. എന്താണ് ഇവിടെ പറയുന്നത്? കർത്താവ് പറയും, ഇത് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് കർത്താവ് പറയുന്ന വാഗ്ദത്തവും വെളിപ്പെടുത്തുന്നവൻ്റെ ഹൃദയവുമാണ്. ഇതാണ് കർത്താവ് പറയുന്നത്. ഇന്ന് നാം അവൻ്റെ ഇസ്രായേലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് വിശ്വാസികളെ, ദൈവത്തിൻ്റെ പൈതങ്ങളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ, നിങ്ങൾ യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചവരാണോ എങ്കിൽ നിങ്ങൾ അവൻ്റെ കൈക്കലെ ആടാണ്. ഈ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ട്, അവൻ്റെ പരിപാലനം നിങ്ങളുടെ മേലുണ്ട്. ഓൾറൈറ്റ്. ഇവിടെ എല്ലാം ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ ആടുകളെ ഒരിടയൻ പാലിക്കുന്നത് പോലെ പാലിക്കുമെന്നുള്ളത് വിവിധ രീതിയിൽ വചനത്തിൻ്റെ താളുകളിൽ അതിശക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓൾറൈറ്റ്. ഇനി യോഹന്നാൻ 10 വരുന്നതറിയാം. അതുപോലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വചനം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവിടെ കാണാതെ പോയ ആടിൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരിടയൻ തേടി ചെന്ന് കാണാതെ പോയതിനെ
തിരിച്ചു കൊണ്ടുവരും എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം, നിങ്ങളെ തെരഞ്ഞ് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ അവൻ വിശ്രമിക്കുകയില്ല. ഞാൻ ചുമ്മാ പറയുകയല്ല, കർത്താവിനിപ്പോൾ വേറെ പണിയൊന്നുമില്ലേ? കർത്താവിന് എത്ര വലിയ പണിയുണ്ടെങ്കിലും ഒരിക്കൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് തൻ്റെ അടുക്കലേക്ക് വന്നവയെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ ഈ ലോകത്തിലെ പല തിരക്കിലും പല ഇതിലും പെട്ട് നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകിപ്പോയി, പലതിലുമൊക്കെ കുരുങ്ങിക്കിടക്കുകയാണെന്നിരിക്കട്ടെ. പക്ഷേ ഈ ഇടയൻ, നല്ല ഇടയൻ, വീണ്ടും വന്ന് തെരഞ്ഞുപിടിച്ച് എവിടെയെങ്കിലും വെച്ച് പിടികൂടി കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് മടക്കി വരുത്താൻ ആഗ്രഹിക്കും. ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഷെപ്പേർഡ്. ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഷെപ്പേർഡ്. ഓൾറൈറ്റ്. ഇനി 23-ാം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. കാരണം എൻ്റെ അനുഗ്രഹങ്ങൾ, എനിക്കാവശ്യമുള്ള നന്മകൾ ഉയരത്തിൽ നിന്ന് വരുന്നു. ഒരുപക്ഷെ അടുത്തുള്ളൊരു കടയിൽ നിന്നായിരിക്കും അത് വരുന്നത്, ഒരു മോളിൽ നിന്നായിരിക്കും അത് വരുന്നത്, ചന്തസ്ഥലത്ത് നിന്നായിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും അത് വരുന്നത്. ഏത് രീതിയിൽ വന്നാലും അൾട്ടിമേറ്റ്ലി ഇത് വരുന്നത് എൻ്റെ ഇടയനിൽ നിന്നാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ. ഒരു ഇടയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ഇടയന്മാർ അവർ ചെയ്യുന്നത്, എ ഷെപ്പേർഡ് എൻഷുവേഴ്സ് ഫുഡ്, വാട്ടർ, റെസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ദ ഷീപ്പ്. ആടിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്, ആവശ്യമായ ബേസിക് നീഡ്സ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഭക്ഷണം, പാനീയം, വിശ്രമം, സുരക്ഷിതത്വം, ഇതെല്ലാം ആവശ്യമാണ്. നല്ല ഇടയൻ ഇതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഗോഡ് സപ്ലൈസ് ഓൾ ആർ നീഡ്സ്. കർത്താവ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ സപ്ലൈ ചെയ്യും. ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ, ഇമോഷണൽ, എക്സെട്ര എക്സെട്ര. ആത്മീയ ഭൗതികമായത് കൂടാതെ നമ്മുടെ വൈകാരികമായ ആവശ്യങ്ങൾ ഇങ്ങനെ പലതുമുണ്ട്. എന്തോ എൻ്റെ ഉള്ളിലിങ്ങനെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു നിങ്ങളോട് പറയാൻ. നിങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾ പോലും കർത്താവ് കണ്ടറിഞ്ഞ് നിവൃത്തിയാക്കും. ഇപ്പോഴത്തെ അവസ്ഥ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലർ വിശ്വസിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയാം, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയുമായി കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റി ഇവിടെ വരെ കൊണ്ടുവരുമെന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് നിരാശ വരുന്നത്. ഒത്തിരി ദിവസങ്ങളിൽ ചെറുപ്പകാലത്ത് ഞാനിങ്ങനെ അനന്തവിഹായസിലേക്ക് കണ്ണ് നട്ടുകൊണ്ട്, ശൂന്യതയിലേക്ക് കണ്ണ് നട്ടുകൊണ്ട്, എന്ന് എനിക്കൊരു മേൽഗതി ഉണ്ടാകും, എന്ന് എൻ്റെ അവസ്ഥ മാറും എന്നിങ്ങനെ ചിന്തിച്ചിരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് തിരിഞ്ഞു നോക്കുമ്പോൾ, അയ്യോ, ഈ ഇടയൻ നല്ലവനാണ്, എന്നെ ചൊവ്വയുള്ള പാതയിലൂടെ നടത്തി ഇവിടെ വരെ കൊണ്ടുവന്നു, എനിക്ക് ആവശ്യമുള്ളത് അതത് സമയത്ത് തന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഇന്നെനിക്ക് പറയാം. എന്നാൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ വലിയ ആവശ്യങ്ങളും അതിൻ്റെ നിറവേറലുകളും എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. വാവ്. ഓൾറൈറ്റ്. ഇനി ഒരു നല്ല ഇടയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എ ഷെപ്പേർഡ് നെവർ ലെറ്റ്സ് ഹിസ് ഷീപ്പ് ഗോ ഹംഗ്രി ഓർ തേഴ്സ്റ്റി. നല്ല ഇടയനാണെങ്കിൽ ആടുകളെ വിശപ്പിക്കുകയില്ല, അതുപോലെ ദാഹിപ്പിക്കുകയില്ല, അതിനു മുമ്പേ സപ്ലൈ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുട്ടിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ കർത്താവ് അതിനുള്ള ചില ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ശുഭകരമായ നല്ലൊരു ഭാവി നൽകാൻ ഈ ഇടയൻ ഉള്ളിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ്. എന്നാൽ അവിടേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന ചില പാതകളുണ്ട്,
ചില പാതകൾ ഒരല്പം കഠിനമായിരിക്കാം. ഡോണ്ട് വറി, നിനക്കുള്ളതെല്ലാം കർത്താവ് തരാൻ ശക്തനാണ്. എ ഷെപ്പേർഡ് ലീഡ്സ് ദ ഷീപ്പ് എവ്രിവെയർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇടയനാണ് എല്ലായിടത്തും നമ്മളെ നയിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. മാത്രമല്ല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നല്ലൊരു ഇടയൻ ഒരിക്കലും ഒരു തൃണം അല്ലെങ്കിൽ ഒരു പുൽക്കൊടി, ഒരു ബ്ലേഡ് ഓഫ് ഗ്രാസ് പോലും ഇല്ലാത്ത ഊഷര ഭൂമിയിലേക്ക് ഒരു ഇടയൻ ഒരിക്കലും നയിച്ചുകൊണ്ട് പോകുകയില്ല. ഇടയൻ എപ്പോഴും നയിക്കുന്നത് ഭക്ഷണം കിട്ടുന്ന, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ മുന്നമേ പോയി കണ്ട് തിരഞ്ഞു പിടിച്ച് അങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. മാത്രമല്ല ഈ ഷെപ്പേർഡ്സിൻ്റെ പ്രത്യേകത, ഇടയൻ്റെ പ്രത്യേകത, ഇടയൻ ജീവിക്കുന്നത് ആടുകളോട് കൂടെയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഇടയൻ ജീവിക്കുന്നത് എവിടെയാണ്? ആടുകളോട് കൂടെയാണ്. നല്ല ഇടയൻ ജീവിക്കുന്നത് ആടുകളോട് കൂടെയാണ്. ആടുകൾ ജീവിക്കുന്നത് ഇടയനോട് കൂടെയാണ്. അതിൻ്റെ അർത്ഥം, നോർമലി ഒരു സാധാരണ സാഹചര്യത്തിൽ ഒരിക്കലും ആടുകളെല്ലാം കൂടി ഒരു സ്ഥലത്ത് മേയ്ക്കാൻ വിട്ടിട്ട് ഇടയൻ്റെ വഴിക്ക് പോവുകയില്ല. ഇടയൻ അവിടെ ഉണ്ടായിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ജഹോവ റാഹ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ദ വെൽബീയിങ് ഓഫ് ദ ഷീപ്പ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഷെപ്പേർഡ്. ആടുകളുടെ ക്ഷേമമാണ് ഇടയൻ്റെ ഉത്തരവാദിത്വം. ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ കുറിക്കുക. ദ വെൽബീയിങ് ഓഫ് ദ ഷീപ്പ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഷെപ്പേർഡ്. ആടുകളുടെ ക്ഷേമമാണ് ഇടയൻ്റെ ഉത്തരവാദിത്വം. ഓൾറൈറ്റ്. ഇതിൻ്റെ അർത്ഥം, ഈ ദ ഷീപ്പ് ഷുഡ് ബി ഏബിൾ ടു സ്മെൽ യു. ആൻഡ് ഈ ഇടയൻ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ആ ഇടയൻ്റെ മണം ആടുകൾക്ക് കിട്ടും. അടുത്തത്, ആ ഇടയൻ ആടുകളുടെ ഇടയിൽ കിടക്കുന്നത് കൊണ്ട് ഇടയനെ മണത്ത് നോക്കിയാൽ ആടിൻ്റെ മണം ഉണ്ടായിരിക്കും. അത്രത്തോളം അടുത്താണ് ഇടയനും ആടുകളും ജീവിക്കുന്നത്, ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇത് പറയുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന യേശു ഇന്ന് മുതൽ, ഐ ആം റിയലി സോറി മക്കളെ, ക്ഷമിക്കണം, എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണം. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഇനി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ എന്നെ കാണുകയുള്ളൂ. അതുവരെ ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. പരിശുദ്ധാത്മാവിനെ തന്നേക്കാൻ നിങ്ങളങ്ങ് ജീവിച്ചു. അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളോടൊപ്പം ലോകത്തിൻ്റെ അവസാന നാളോളം എല്ലാ നാളും ഉണ്ടെന്ന്. ഒരു ദിവസം പോലും ഞാൻ ആബ്സെൻ്റ് അല്ല, ഒരു ദിവസം പോലും ഞാൻ ലീവല്ല, ഒരു ദിവസം പോലും ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകുകയില്ല. ഇത് കർത്താവ് വ്യക്തമായി പറഞ്ഞില്ലേ? ഫിലിപ്പി ലേഖനം 4:19. ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ ദൈവം നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെ ചെയ്യും? മഹത്വത്തോടെ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനങ്ങൾ വായിച്ച് നോക്കണം. ജീസസ് റിമൈൻഡ്സ് us not to worry about provision because our Father in heaven cares for us. കർത്താവിടെ പ്രത്യേകിച്ച് സ്വർഗസ്ഥനായ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വന്നോളും. ജാതികളത്രേ ഇവ അന്വേഷിക്കുന്നത്. ഓൺലി ദ പേഗൻ ഗോ ആഫ്റ്റർ ദിസ്, അല്ലേ? ഓൺലി ദ പേഗൻസ് വിൽ ഗോ ആഫ്റ്റർ ദിസ്. സോ ഇഫ് ഗോഡ് ഈസ് യുവർ ഷെപ്പേർഡ്, യു വിൽ നെവർ ലാക്ക് എനിത്തിങ് എസെൻഷ്യൽ ഫോർ യുവർ ലൈഫ്. കർത്താവിടയനാണെങ്കിൽ ഒന്നിനും ഒരു മുട്ട് വരുവാൻ അവൻ സമ്മതിക്കുകയില്ല. എല്ലാവരും 2 കൈകളും ഉയർത്തി പറയുക, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പറഞ്ഞേ, വീണ്ടും പറ, കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുക ഇല്ല. ഇത് 1000 പ്രാവശ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? മുട്ടുള്ള മേഖലകളിലേക്ക്, ഇല്ലായ്മയുടെ മേഖലകളിലേക്ക് കർത്താവ് അനുഗ്രഹങ്ങളെ കൊണ്ടുവന്ന് നിറച്ച് ഫില്ലിക മാത്രമല്ല, അത് നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവർക്ക് പോലും കൊടുക്കത്തക്ക രീതിയിൽ
സമൃദ്ധിയെ കർത്താവ് ചൊരിയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റിമറിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു വീട്ടിൽ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് ദിവസങ്ങൾ എണ്ണി ഇങ്ങനെ ഞാൻ ജീവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഉറഞ്ഞുകൂടിയ നിരാശ, ആ വിഷാദരോഗം, ആ ഡിപ്രഷൻ മാറിപ്പോകട്ടെ. ഭർത്താവ് നോക്കിയില്ലേലും, ഭാര്യ നോക്കിയില്ലേലും, മാതാവ് നോക്കിയില്ലേലും, പിതാവ് നോക്കിയില്ലേലും, നോക്കിക്കോളാമെന്ന് പറഞ്ഞവരെ നോക്കിക്കാണാൻ പോലും കിട്ടാതിരിക്കുമ്പോൾ വാക്ക് പറഞ്ഞവർ വാക്ക് മാറ്റിയെങ്കിൽ, ഇന്ന് ആകാശഭൂമികൾ മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി നിങ്ങളെ കണ്ണിൽ നോക്കി ഞാൻ പറയുകയാണ്, ഇട്ടിട്ട് പോകാത്ത, ഒറ്റയ്ക്ക് വിടാത്ത, കൂടെ ഇരിക്കുന്ന ഈ ഇടയൻ ഒപ്പം ഉണ്ട്. ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരുപക്ഷെ കാണാൻ കഴിയില്ല, പക്ഷേ ആ കുട്ടി ആ നൂല് വലിക്കുമ്പോൾ തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റത്ത് ഭയങ്കരമായി തത്തിക്കളിക്കുന്ന പട്ടമുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വിശ്വാസത്തിൻ്റെ കേബിൾ നേരെ പോയി പിതാവിനെ തൊട്ടിട്ടുണ്ട്. ആ പിതാവ് പറയുന്നു, മകനെ, മകളെ, ഞാൻ നിൻ്റെ ഇടയനാണ്, നിനക്കുള്ളതെല്ലാം ഞാൻ തരും. കുഞ്ഞാടാണെങ്കിൽ ഞാൻ മാറിലെടുക്കും, തള്ളയാടാണെങ്കിൽ മെല്ലെ നടത്തും. ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള പാനീയം, ആവശ്യമുള്ള വിശ്രമം, സുരക്ഷിതത്വം, ശത്രുക്കളിൽ നിന്ന് രക്ഷ, ഇതെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കും. ഞാനതിൽ പരാജയപ്പെടുകയില്ല. വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തി ചില നിമിഷങ്ങൾ നന്ദി പറയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഇടയൻ ആകയാൽ നന്ദി പറയുന്നു. ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ പരമ്പര ഇതൊരു നിസ്സാരമായിട്ട് എടുക്കരുത്. ഒത്തിരി പേരുടെ അകത്ത് നിരാശയെ കുത്തിക്കളയുന്നില്ല. ചില തെങ്ങെല്ലാം വെട്ടിക്കളയും കഴിഞ്ഞിട്ട് ശേഷം അതിൻ്റെ കടഭാഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുക. അത് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ വരണം. ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമത്തിലുണ്ടായിരുന്നു. വലിയ ഇരുമ്പിൻ്റെ വീതിയുള്ള കമ്പിപ്പാരകളുമായിട്ട് വന്നിട്ട് കുത്തി കളയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വർഷങ്ങളായി പിടിച്ചിരിക്കുന്ന നിരാശയുടെ വേരുകളെ കുത്തിപ്പറിച്ച് എടുത്ത് കളയുകയാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഈ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റുകളും ദൈവവചന ശുശ്രൂഷകളും പലതും കേട്ട് കുറേ നാൾ കഴിയുമ്പോൾ ദുഃഖിക്കാനും നിരാശപ്പെടാനും നിങ്ങൾ മറന്നുപോകും. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന, രോഗികൾ സൗഖ്യമാകട്ടെ. ഈ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തൊക്കെ വേദനയുള്ള ചില വ്യക്തികളിപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ നാമത്തിൽ വലിയ വിടുതലുകൾ കർത്താവേ നീ കൽപ്പിച്ചതിനായി നന്ദി. ഏത് രോഗമാണെങ്കിലും കൈനീട്ടാം, ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിടുതലിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.